വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മുന്നോട്ടുള്ള പ്രവൃത്തി കൃത്യമായി വിലയിരുത്തപ്പെടേണ്ട ഘട്ടത്തിലാണ്. 2 തവണ തുടർച്ചയായി അധികാരത്തിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ വികസന രേഖ മാറ്റിമറിക്കാൻ കഴിയുന്ന പദ്ധതികൾക്കും ഇടപെടലുകൾക്കും അതിൽ സർക്കാർ നേതൃത്വം നൽകിയ ഭാഗധേയം ശ്രദ്ധേയമാണ്. 2021 മെയ് 20-നായിരുന്നു തുടർച്ചയായ 2ാം പിണറായി സർക്കാർ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരമേറ്റത്. LDF സർക്കാർ 10ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ അസാധ്യമെന്ന് കരുതപ്പെട്ടിരുന്ന സുപ്രധാനങ്ങളായ ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കാര്യക്ഷമതയോടെ പൂർത്തീകരിക്കാനും ഏറ്റെടുത്ത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണനയെയും സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം നിഷേധിക്കുന്ന അനീതിയെയും നേരിട്ടാണ് LDF സർക്കാർ വൻ ജനപിന്തുണയോടെ വിജയകരമായ 9 വർഷങ്ങൾ പിന്നിട്ടത്. തുടർച്ചയായി നേരിടേണ്ടി വന്ന പ്രകൃതി ദുരന്തങ്ങളെ കേന്ദ്ര സഹായത്തിന്റെ അഭാവത്തിലും നേരിട്ട് ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു നൽകിക്കൊണ്ടാണ് LDF ഭരണം മുന്നേറുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF-ന്റെയും BJP-യുടെയും രാഷ്ട്രീയ എതിർപ്പുകളെയും തികച്ചും ശത്രുതാപരമായ സമീപനങ്ങളെയും അതിജീവിച്ചാണ് ഇക്കാലം അത്രയും LDF ഭരണം നിലനിന്നതും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതും. മാത്രമല്ല, ശക്തമായ അത്തരം എതിർപ്പുകളെ അതിജീവിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിലും അധികാരത്തിൽ വരാനും ഭരണ തുടർച്ചയും വികസന മുന്നേറ്റവും ജനക്ഷേമവും കരുതലും ഉറപ്പു നൽകാനും കഴിയുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും കൈമുതലാക്കിയാണ് സർക്കാരിന്റെ മുന്നേറ്റം. കേരളത്തിൽ അസാധ്യമെന്ന് കരുതപ്പെട്ടിരുന്ന സുപ്രധാനങ്ങളായ ഒട്ടേറെ അടിസ്ഥാന സൗകര്യ വികസനം കാര്യക്ഷമതയോടെ പൂർത്തീകരിക്കാനും ഏറ്റെടുത്ത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും LDF സർക്കാരിന് കഴിഞ്ഞു. ലോക ഭൂപടത്തിൽ തന്നെ കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖത്തിന്റെ 1ാം ഘട്ട പൂർത്തീകരണം വിവിധങ്ങളായ വെല്ലുവിളികൾക്കൊടുവിലും സാധ്യമായി. ഏറെ പ്രതിസന്ധികളെ മറികടന്നാണ് ദേശീയപാത വികസനം പൂർത്തീകരണത്തിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനും സ്ഥലം വിട്ടു നൽകിയവർക്ക് ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്താനും ആവശ്യമായ തുകയുടെ 25%-മായ 6000 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കാൻ തയ്യാറായതോടെയാണ് നിർണായക പ്രാധാന്യമുള്ള ദേശീയപാത വികസനം സാധ്യമായത്. ആരോഗ്യ മേഖലയിൽ കേരളത്തിന്റെ കുതിപ്പ് ലോകത്തിന്റെ ആകെ അംഗീകാരവും ആദരവും നേടി. കോവിഡ് മഹാമാരി അടക്കമുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച രീതിയും സർക്കാരിന്റെ ഭരണശൈലിയെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ വിശ്വാസയോഗ്യമായി തീർത്തു. ലോകോത്തരമായി പ്രശംസിക്കപ്പെട്ട ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനം അതിന്റെ ഉദാഹരണമാണ്. കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കിയ രാജ്യത്തെ ആദ്യ ജലമെട്രോയിൽ 2 വർഷത്തിനുള്ളിൽ സഞ്ചരിച്ചവരുടെ എണ്ണം 40 ലക്ഷം പിന്നിട്ടു. കൂടാതെ വാട്ടർ മെട്രോ, കണ്ണൂർ വിമാനത്താവളം, UDF സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങി കേരളത്തിന് മുഖച്ഛായ മാറ്റിയ നിരവധി പദ്ധതികളുടെ പൂർത്തീകരണവും പുരോഗതിയും LDF സർക്കാരിന്റെ തൊപ്പിയിലെ തൂവലുകൾ. ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി അവഗണിക്കപ്പെട്ട പൊതുജനാരോഗ്യ രംഗത്തെ നവീകരിക്കാനും പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ലാസ് മുറികൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനും LDF സർക്കാർ സാമ്പത്തിക പരാധീനതയ്ക്ക് നടുവിലും ഗണ്യമായി നിക്ഷേപമാണ് നടത്തിയത്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് കൈവരിച്ച പുരോഗതിയും വികസന കുതിപ്പും തുടർന്നു കൊണ്ടുപോകുക എന്ന രാഷ്ട്രീയ വെല്ലുവിളിയാണ് LDF സർക്കാർ ഈ വാർഷികാഘോഷ വേളയിൽ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്. പദ്ധതികളിൽ നിന്ന് ഫലങ്ങളിലേക്ക്, അഭിപ്രായത്തിൽ നിന്ന് പങ്കാളിത്തത്തിലേക്ക്, ഭരണത്തിൽ നിന്ന് ജനസ്നേഹത്തിലേക്ക് എന്ന മാറ്റം LDF സർക്കാർ തുടരുകയും ശക്തമാക്കുകയും ചെയ്തു. വികസനം അർഹിക്കുന്നവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന തീവ്ര ശ്രമവും നടത്തി പൂർണ്ണത കൈവരിച്ചിരിക്കുന്നു.